ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ലേറ്റസ്റ്റായിട്ട് മേടിച്ച കുറച്ച് യാൻസ് ആണ്. ഇതിൽ ഞാൻ കോട്ടൺ യാൻസും അല്ലാത്ത അക്രിലിക് ബ്ലെൻഡഡ് ആയിട്ടുള്ള യാൻസും ഒക്കെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെ ടൈപ്പ് യാൻസാണ് പർച്ചേസ് ചെയ്തതെന്നുള്ളതൊക്കെ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാനുള്ള വീഡിയോ ആണിത്. ഞാൻ യൂഷ്വലി യാൻസ് കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത് മാജിക് നീഡിൽ എന്നൊരു സൈറ്റിൽ നിന്ന് ഹോബി സ്റ്റോറിൻ്റെ യാൻസാണ് ഞാൻ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത്. ഞാൻ കൂടുതൽ അമിഗുർമിയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ കോട്ടൺ 4 ആണ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ അമിഗുർമി വർക്ക്സ് എല്ലാം ചെയ്തെടുക്കുന്നത്. വളരെ നല്ല സോഫ്റ്റ് ആൻഡ് നല്ല ക്വാളിറ്റിയുള്ള യാൻസാണ് ഇവരുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ് നല്ല നീറ്റായിട്ട് തന്നെ വരും. അപ്പോൾ ഞാൻ ഏതൊക്കെയാണ് പർച്ചേസ് ചെയ്തതെന്ന് നോക്കാം. ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ചധികം യാൻസ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം കളർഫുള്ളായിട്ടുള്ള എല്ലാ യാൻസും ഞാൻ ഓരോന്ന് വെച്ചിട്ട് എടുക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഓരോ യാൺ എങ്ങനെയുള്ളതാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ എൻ്റെ ഒരു യാൺ എന്ന് പറയുന്നത് ഈ ഷെനൈൽ യാണാണ്. ഈ യാൺ യൂസ് ചെയ്ത് നമുക്ക് ഒരുപാട് ബേബിയുടെ സോഫ്റ്റ് ടോയ്സ്, ഡ്രസ്സ്, ബ്ലാങ്കറ്റ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു യാണായതുകൊണ്ട് തന്നെ കുട്ടികൾക്കാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യുമ്പോൾ വളരെ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു യാണാണിത്. ഇത് 100% പോളിസ്റ്റർ ആയിട്ടുള്ളൊരു യാണാണ്. അപ്പോൾ നല്ല സോഫ്റ്റും നല്ലൊരു ലൈറ്റ് വെയ്റ്റും ആയിട്ടുള്ളൊരു യാണായതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കുറച്ചും കൂടെ സിമ്പിളാണ്. പിന്നെ നിങ്ങൾ ആ ഒരു കോട്ടൺ ത്രെഡും അക്രിലിക്കിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു പെർഫെക്ഷൻ ആയിരിക്കില്ല. ഇത് കുറച്ചും കൂടെ ഒരു ബൾക്കി ഫീലായിരിക്കും, കുറച്ചും കൂടെ ചങ്കി ആയിട്ടുള്ളൊരു ലുക്കായിരിക്കും ഈ ഒരു യാൺ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ ഞാനിപ്പോൾ ഒരു പീച്ച്, ലാവൻഡർ, ബ്ലൂ കളർ, റെഡ്, ഗ്രീൻ അങ്ങനത്തെ കുറച്ച് നല്ല കളേഴ്സ് നോക്കിയിട്ടാണ് ഞാൻ ഹാൻഡ് പിക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ മാജിക് നീഡിൽ എന്നുള്ള സൈറ്റിൽ ഒരുപാട് ഈ ഒരു ഷെനൈലിയാൻ്റെ നല്ലൊരു കളക്ഷൻസ് ആണുള്ളത്. നല്ല നല്ല കളേഴ്സാണുള്ളത്. ഞാൻ അതിൽ കുറച്ച് കളേഴ്സ് മാത്രമേ ഞാൻ ട്രൈ ചെയ്യാനിപ്പോൾ മേടിച്ചിട്ടുള്ളൂ. വളരെ നല്ലൊരു യാണാണ്. ഞാൻ ഇതുകൊണ്ട് ചെയ്യുന്ന ഓരോ പ്രോജക്ട്സും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഏതൊക്കെയാണ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ പ്രോജക്ട്സും ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് എന്നോട് പറയുക. ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെ ചെയ്യാം. അടുത്തത് ഞാൻ പർച്ചേസ് ചെയ്ത ഒരു റഗ്ഡ് യാണാണ്. ഇതെന്ന് പറയുന്നത് ഒരു 90% കോട്ടനും 10% ഒരു അതർ ഫൈബർ വരുന്നൊരു യാണാണ്. ഇത് യൂസ് ചെയ്ത് നമുക്ക് കോസ്റ്റേഴ്സ്, ടേബിൾ മാറ്റ്സ്, റണ്ണേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നല്ലൊരു സ്റ്റിഫായിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു നല്ലൊരു യാണാണ്. ഞാനിപ്പോൾ അതിൻ്റെ ഒരു ഗ്രീൻ കളറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു യാണെന്ന് പറയുന്നത് അരാൻ കോട്ടൺ 6 ആണാണ്. ഇതൊരു 100% പ്രീമിയം കാറ്റഗറിയിൽ വരുന്നൊരു യാണാണ്. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു യാൺ തന്നെയാണ്. ഈ യാൺ യൂസ് ചെയ്ത് നമുക്ക് ഹാൻഡ് ബാഗ്സ്, സ്ലിംഗ് ബാഗ്സ്, പിന്നെ കർട്ടൻ, സോഫ കവേഴ്സ്, കുഷ്യൻ കവേഴ്സ് അങ്ങനത്തെ ഒരുപാട് നല്ല പ്രോജക്ട്സ് ഈ ഒരു യാൺ യൂസ് ചെയ്ത് ചെയ്തെടുക്കാം. ഇതിലും ഞാൻ കുറച്ച് കളേഴ്സാണ് ഇപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഞാൻ 6 ആണ് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കുറച്ച് കളേഴ്സ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു പേർപ്പിൾ, യെല്ലോ, വൈറ്റ്, റെഡ്, ബ്രൗൺ അങ്ങനത്തെ കുറച്ച് കളേഴ്സാണ് ഞാൻ ഈ ഒരു 6 യാണിൽ മേടിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഈ ഷെനൈൽ യാണിൻ്റെ തന്നെ ഒരു സൂപ്പർ ബൾക്കി യാണാണ്. ഈ യാൺസ് യൂസ് ചെയ്ത് നമുക്ക് അമിഗുർമി ചെയ്യാം, പിന്നെ ബേബീസിൻ്റെ വിൻ്റർ ക്ലോത്ത്സ് ഒക്കെ ചെയ്യാം. വളരെ നല്ലൊരു പ്രോജക്റ്റായിട്ട് നല്ല ഫിനിഷിങ്ങിൽ തന്നെ ഈ ഒരു യാൺ യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഞാനൊരു ബ്രൗൺ ആണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഒരു അരാൻ ആക്രിക്കോട്ട് യാൺ. ഈ ഒരു യാണെന്ന് പറയുന്നത് ഹാഫ് കോട്ടനും ഹാഫ് വരുന്നത് ആക്രിലിക്കുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരുപാട് പ്രോജക്ട്സ് ഇതിലൂടെ ചെയ്തെടുക്കാൻ പറ്റും. ബ്ലെൻഡഡ് യാൺ യൂസ് ചെയ്ത് ഞാൻ ഒരുപാട് പ്രോജക്ട്സ് ഞാൻ നിങ്ങൾക്ക് തന്നെ കാണിച്ചതിൽ കുറേയൊക്കെ ബ്ലെൻഡഡ് യാൺ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ക്രോഷ്യോ യൂസ് ചെയ്ത് ചെയ്യുന്ന കുറച്ച് ഫ്ലവേഴ്സ്, അതിൻ്റെ ലീഫ് ഒക്കെ നമുക്ക് ഈ അരാൻ ആക്രിക്കോട്ട് യാൺ യൂസ് ചെയ്ത് ചെയ്യാം. നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് നല്ലൊരു പ്രോജക്റ്റായിട്ട് ഇത് കിട്ടും. ഇപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ബേബി പിങ്ക്, മെറൂൺ, വൈറ്റ്, ബ്ലാക്ക് അങ്ങനത്തെ കുറച്ച് സെലക്റ്റീവ് കളേഴ്സാണ് ഞാൻ ഇതിൽ മേടിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് അരാൻ യാണാണ്. ഇതൊരു 100% പ്രീമിയം ആക്രിലിക് ആൻറ്റിപ്പിൽ യാണാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു യാൺ തന്നെയാണിത്. നമുക്ക് കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ കാണുമ്പോൾ ഇതൊരു ചങ്കി ആയിട്ട് തോന്നുമെങ്കിലും കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ വളരെ ലൈറ്റ് വെയ്റ്റ് വരുന്നൊരു യാണാണ്. ഇപ്പം ഞാനൊരു ബോട്ടിൽ ഗ്രീൻ കളറും ഒരു ചില്ലി പെപ്പർ റെഡ് കളറുമാണ് ഈ ഒരു യാണിൽ ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇത് യൂസ് ചെയ്ത് ഞാൻ കുറച്ച് നല്ല പ്രോജക്ട്സ് എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 2 കളേഴ്സ് ഞാൻ സെലക്ട് ചെയ്തത്.
നെക്സ്റ്റ് വരുന്ന ഒരു DK കേക്ക് യാണാണ്. ഇതൊരു മൾട്ടി കളേർഡ് യാണാണ്. അപ്പോൾ ഈ യാൺ മേടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു യാണിൽ തന്നെ മൾട്ടി കളേഴ്സ് ആഡ് ചെയ്ത് വരും. ഇതിൽ ഞാൻ ഫ്ലെമിംഗോ എന്ന് പറയുന്നതും വേറൊരു ആംപർ എന്ന് പറയുന്ന ഷെയ്ഡാണ് ഞാനിപ്പോൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഈ യാൺസൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് സ്വെറ്റേഴ്സ്, ബ്ലാങ്കറ്റ്സ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു യാണാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അമിഗുർമി ഡോൾസ് ആയതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന മറ്റൊരു യാണാണ് കോട്ടൺ 4-ply യാൺ. ഇത് മാജിക് നീഡിൽസിൻ്റെ തന്നെ കോട്ടൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ വരുന്ന ഒരു യാണാണ്. ഇത് 100% കോട്ടൺ യാണാണ്. ഇതിൽ ഞാൻ കൂടുതൽ പർച്ചേസ് ചെയ്തിരിക്കുന്നത് സ്കിൻ ടോണിൽ വരുന്ന ക്രീം, അതിൻ്റെ ലൈറ്റ് ക്രീം, പിന്നെ ലൈറ്റ് ബ്രൗൺ, ലൈറ്റ് ലാവൻഡർ, പിങ്ക്, അങ്ങനത്തെ കുറച്ച് ക്യൂട്ട് കളേഴ്സാണ് ഞാൻ ഒന്നിൽ കൂടുതൽ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഞാൻ കാണിക്കുന്ന കളേഴ്സൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാജിക് നീഡിൽ സൈറ്റിൽ ഡയറക്റ്റ് പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനത് ആഡ് ചെയ്യാം. ഇതൊരു 100% കോട്ടൺ ആയിട്ടുള്ളൊരു യാണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു യാണിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോകുക എന്ന് പറയുന്നത് ഞാൻ പ്രിഫർ ചെയ്യില്ല. നിങ്ങൾക്ക് എപ്പോഴും ബേസിക് ആയിട്ട് പഠിക്കാൻ വേണ്ടി ഏറ്റവും നല്ലത് അക്രിലിക് യാൺസ് ആണ്. അല്ലെങ്കിൽ കോട്ടൺ പ്ലസ് അക്രിലിക്കും ബ്ലെൻഡഡ് ആയിട്ടുള്ള യാൺസും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാരണം അത് ചെയ്ത് നിങ്ങൾ ആ ഒരു ടെൻഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശരിയാക്കിയതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോട്ടൺ 100% കോട്ടൺ വരുന്ന യാൺസൊക്കെ യൂസ് ചെയ്താൽ നല്ല നീറ്റായിട്ട് സ്റ്റിച്ചുകളൊക്കെ വരിക. ഇതിൽ ഞാൻ മാക്സിമം നല്ലൊരു കളേഴ്സ് നോക്കിയിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും ഓരോ കളർ എൻ്റെ കയ്യിൽ ഉണ്ടാവുന്ന രീതിയിലാണ് ഞാൻ പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. യെല്ലോ ഉണ്ട്, ലാവൻഡർ, പിന്നെ ബ്ലാക്ക് ഷെയ്ഡൊക്കെ നമുക്ക് എപ്പോഴും എന്തില്ലെങ്കിലും ആവശ്യം വരുന്നതുകൊണ്ട് ബ്ലാക്കൊക്കെ ഞാൻ 2 വെച്ചാണ് മേടിച്ചിരിക്കുന്നത്. മാക്സിമം ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള സോളിഡ് കളേഴ്സാണ്. അതാകുമ്പോൾ നമുക്ക് അമിഗുർമിയൊക്കെ ചെയ്യുമ്പോൾ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല നല്ല ബ്രൈറ്റ് കളേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ഡ്രസ്സുകളൊക്കെ ആ ഒരു ഡോളിന് വേണ്ടി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഞാൻ ഏതൊരു യാണാണ് പർച്ചേസ് ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണുന്ന രീതിയിലാണ് ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലെങ്കിൽ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാനത് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ മാജിക് നീഡിൽസിൻ്റെ സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്തേക്കാം. നിങ്ങൾക്ക് അതിലേക്ക് ഡയറക്റ്റ് എൻ്റർ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ഒരു കോട്ടൺ 4-plyയിൽ തന്നെ മൾട്ടി കളേർഡ് യാൺസും വരുന്നുണ്ട്. ആ യാൺ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ബേബി ഡ്രസ്സിൻ്റെ സ്കാലപ്പിംഗ് വർക്ക്സ് ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു കോട്ടൺ 4-ply യാണിൻ്റെ സോളിഡ് കളേഴ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല ഫിനിഷിങ്ങിൽ തന്നെ ബേബീസിൻ്റെ ഉള്ള ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതിൽ ആഡ് ഓൺസ് ആയിട്ടാണ് ഈ ഒരു മൾട്ടി കളേർഡ് യാൺ യൂസ് ചെയ്ത് നമുക്ക് ഓരോ ചെറിയ പ്രോജക്ട്സ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും യാണാണ് ഞാനിപ്പോൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ കളേഴ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ ക്രോഷോ റിലേറ്റഡ് വീഡിയോസൊക്കെ പഠിക്കാനും കാണാനൊക്കെ താല്പര്യമുള്ളവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഷ്ടമായെങ്കിൽ ലൈക്കും കൂടെ ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസുമായി ഇനി കാണുന്നത് വരെയും ബായ്.